ഈ പാറകഷ്ണങ്ങളൊക്കെ വീണിട്ടുള്ള മണ്ണിനടിയിൽ, ഭൂമിക്കടിയിൽ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം. അതിനാണോ ഇപ്പോൾ ഈ സ്നിഫർ ഡോഗുകളെ, ഈ കെഡാവർ ഡോഗുകളെ കൂടെ കൂട്ടിയിട്ടുള്ളത്? സ്നിഫർ ഡോഗുകളെ അതിന്റെ ഭാഗമായി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും തെരച്ചിലിൽ സ്നിഫർ ഡോഗുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതിൽ ഇതുതന്നെയാണ് കാരണം. അതായത് ഈ സാധാരണഗതിയിൽ ഈ വീട് അടക്കം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, മണ്ണിനടിയിലായിപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനടിയിൽ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള ചില അസംഷൻസ് ഉണ്ടാകും. അത്തരം കാര്യങ്ങളാണ് പ്രദേശവാസികൾ പറയുമൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തെരച്ചിലാണ് നടത്തിയത്. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അതിൽ ഒന്ന് പറയുന്നത്, ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള കുത്തൊഴുക്കുണ്ടായ ഘട്ടത്തിൽ ആ വെള്ളം ഇവർ ഒലിച്ചു പോയിട്ടുണ്ടാകാം എന്നതാണ് മനസ്സിലാക്കപ്പെടുന്നത് മറ്റു പലയിടങ്ങളിലേക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്ന കാര്യവും അങ്ങനെയെങ്കിൽ അനുമാനിക്കപ്പെടും. എന്തായാലും ഇന്ന് 6 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 6 സോണുകളിൽ പരിശോധന ഉണ്ടാകും. അതിൽ ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. ഇന്ന് 6 ഇടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ചൂരൽമല, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുണ്ടക്കൈ പ്രദേശം, കൂടാതെ മറ്റ് പ്രദേശങ്ങൾ, ഇവിടെയൊക്കെയാണ് പരിശോധന നടക്കുക. വളരെ സുന്ദരമായൊരു ഭൂപ്രദേശം ഇത്തരത്തിൽ ഭൂഖണ്ഡം തന്നെ മാറി വലിയ ദുരന്തത്തിന്റെ ബാക്കിപത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അവിടെ ഇനി ഉള്ള അവരെ സംബന്ധിച്ചിടത്തോളം, മറ്റ് രക്ഷപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള തുടർന്നുള്ള ജീവിതം എങ്ങോട്ട്, അല്ലെങ്കിൽ എങ്ങനെ എന്ന ആശയക്കുഴപ്പം അവർക്ക് മുന്നിൽ പ്രധാനമായും നിലനിൽക്കുകയാണ്. കാരണം ഉറ്റവർ നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ കൂട്ടുകാർ, ബന്ധുക്കൾ, ഇവരൊക്കെ പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ചില കുടുംബങ്ങൾ തന്നെ മൊത്തത്തിൽ ഇല്ലാതായി പോയിരിക്കുന്നു. ഇതൊക്കെ അവരെ അലട്ടുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല അതൊക്കെ ഒരു ഉള്ളിലെക്കുന്ന ഒരു സങ്കട കാഴ്ച എന്ന നിലയിൽ തന്നെ നമുക്ക് മുന്നിൽ നിലനിൽക്കുകയും ചെയ്യുകയാണ്. അതിൽ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്ത്, എങ്ങനെ എന്ന സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരണം. അതോടൊപ്പം തന്നെയാണ് ഈ കാര്യം, അതായത് ഇപ്പോഴും ഒരുപാട് പേരെ കാണാനില്ല എന്ന കാര്യം പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെയാണ്, എവിടെയാണ് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ എത്തിയതുകൊണ്ട് കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു ശ്രമം നടത്തണം. ഇപ്പോൾ ഇത്രയും ദിവസമായി കഴിഞ്ഞിരിക്കുന്നു, 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തെരച്ചിൽ ഇന്നും അടക്കം ഊർജിതമായി തന്നെ നടത്താനാണ് തീരുമാനം. പക്ഷേ ഇന്നലെ തെരഞ്ഞപ്പോഴും കാര്യമായി എവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അത് ഈ സ്നിഫർ ഡോഗുകൾ ഉപയോഗിച്ചും, അല്ലെങ്കിൽ പ്രദേശവാസികളിൽ നടക്കുന്ന ഇൻഫർമേഷൻ ശേഖരിച്ചുകൊണ്ടുമൊക്കെ ഓരോ സ്ഥലങ്ങളിലും കാര്യങ്ങൾ നോക്കിയ ശേഷമായിരിക്കും ഇനി മുന്നോട്ട് പോവുക. ശരി, രാഗിനാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളും കാഴ്ചകളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.